ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ് ഗൈസ് ഇന്ത്യൻ തെഫ്റ്റ് ഒറയുമായിട്ട്. ഗൈസ്, നല്ല രസമുള്ള കാലാവസ്ഥ ഇന്നൊരു സുഖമില്ല. എന്നാലും എനിക്കൊരു ഇത് തോന്നുന്നില്ല. കാലാവസ്ഥയൊക്കെ അടിപൊളി, പക്ഷെ ഒരു സുഖം തോന്നുന്നില്ല. നമുക്കൊരു സുഖമാണല്ലോ ജീവിതത്തിൽ ജീവിക്കാൻ. ഒരു മിനിറ്റ് ഗൈസ്, ആരോ വിളിക്കുന്നുണ്ടല്ലോ. ഇതവനല്ല, ഫ്രാങ്ക്ലിൻ. ഫ്രാങ്ക്ലിനെ എന്തിനാടാ വിളിച്ചത്? എടോ, ഞാൻ നിൻ്റെ സിറ്റിയിലോട്ട് വരുന്നുണ്ട്. ഞാൻ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ട്. നീ എന്നെ അപ്പം പിക്ക് ചെയ്യാൻ വരൂലേ? ഇത് നേരത്തെ പറയണ്ടാ. എൻ്റെ അമ്മ ഇവനെ കൊണ്ട് വല്ലാതെ തൊല്ലേല. എന്നാ ഈ എന്തായാലും സിറ്റിയിലേക്ക് വാ. ശരി. ഞാൻ ട്രെയിനിലുണ്ടാവേ. ഞാൻ നിന്നെ എന്തായാലും ട്രെയിനിൽ നിന്ന് പിക്ക് ചെയ്യാൻ വരാം ഗൈസ്. അപ്പോൾ എന്തായാലും അവന് ഇവിടെ വിളിച്ചിട്ടുണ്ട്. അവിടെ ഒന്ന് കട്ടാക്കിയിട്ട് പറയടാ. സോറി ഗൈസ്, അവൻ വിളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രശ്നമൊന്നുമില്ല, അവനെ നമ്മുടെ സിറ്റിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. അത് വലിയൊരു പ്രശ്നമാണ് ഗൈസ്. അത് പ്രശ്നം തന്നെയാണ് ഗൈസ്, പ്രശ്നം വല്ലാത്ത പ്രശ്നം തന്നെ. അതിൻ്റെ ഇടയ്ക്കോട്ടെ മഴയും പെയ്തു ഗൈസ്. അപ്പോൾ അതിന് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ചാനൽ സബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനലൊന്ന് ഡു സബ് ആൻഡ് ഡു ലൈക്ക്. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം ഗായ്സ്. ഓക്കെ ഗായ്സ്, നമ്മളെന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് അവൻ വരുമെന്ന് പറഞ്ഞത്. വരുന്നല്ല, ട്രെയിനിൽ വരുന്ന. ഇപ്പോൾ ഒരു ട്രെയിൻ അങ്ങോട്ട് പോകുന്നത് കണ്ടു. അതിലല്ല അവനുള്ളത്. അവനെന്താ ആ ട്രെയിനിലല്ല. ആ ട്രെയിൻ ഇവിടെ എത്തേണ്ട സമയമായിട്ടില്ല. നമുക്കെന്തായാലും വണ്ടി മഴ ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ടുപോയി നിർത്താം. ഓക്കെ, ഇനി നമുക്കെന്തായാലും ആ ഫ്രാങ്ക്ലിനെ ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അവൻ ട്രെയിനിലിറങ്ങി വന്നോളും. അവൻ വരുന്നവരെ ഇപ്പോൾ ബോറടിച്ചിരിക്കണ്ട. ഫോൺ നോക്കിയിരിക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, ട്രെയിൻ വരുന്നുണ്ട്. കറക്റ്റ് ടൈമിൽ മഴയിൽ നിന്നു ഭാഗ്യമുണ്ടെന്ന് പറയാം ഗൈസ്. ഓക്കെ, ട്രെയിൻ വരട്ടെ. ട്രെയിൻ എന്താ നിർത്താത്ത? ഈ ട്രെയിനിൽ ആരും ഇല്ലേ ഈ സ്റ്റോപ്പിൽ ഇറങ്ങാൻ? ഹലോ ഗൈസ്, ഇതെന്താ ട്രെയിനിൽ ആരും ഇല്ലാത്ത? ട്രെയിൻ നിർത്താത്തെന്താ? ട്രെയിൻ നിർത്തി ഗൈസ്. ഞാനും പേടിച്ചു ഇനിയിപ്പോൾ ആരും ഇല്ല വെച്ചിട്ട്. നമുക്കെന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഫ്രാങ്ക്ലിൻ എത്തിയിട്ടുണ്ട്. ഫ്രാങ്ക്ലിനെ എന്തെല്ലാണ്ടാ സുഖം? സുഖം തന്നെ. എന്ത് സുഖം എന്ന് പറയാൻ? എന്തായാലും നീ വാ, വണ്ടിയിലേക്ക് കയറ്. എന്നാ വാ, വേഗം കയറട്ടെ. ഒന്ന് നിർത്ത്. എന്നാ വേഗം കയറിക്കൂടെ. നീ എന്താ കളിക്കുന്നു? വേഗം കയറാതെ. വണ്ടി നിർത്തണ. വണ്ടി ഇങ്ങനെ എടുത്തോണ്ടിരുന്ന ഞാൻ പിന്നെ പറയുന്നില്ലേ ഞാനൊന്നും. സോറിയടാ ഫ്രാങ്ക്ലിൻ, അറിയാതൊരു കയ്യബദ്ധം. നിനക്ക് കയ്യബദ്ധവും കാലബദ്ധവും ഒക്കെ പറ്റൂടാ. അപ്പോൾ അതൊരു കയ്യബദ്ധവും കാലബദ്ധമൊക്കെ പറ്റുമല്ലോ, ഒരു മനുഷ്യനല്ലേ ഞാനും. എന്നാലും വേഗം വീട്ടിലേക്ക് വിട്. നിനക്കൊരു കാര്യം കാണിച്ചു. കൊല്ലാൻ നോക്കുന്നോടാ. ഭാഗ്യം, കൊല്ലാൻ നോക്കുന്നോടാ നീ. നിനക്കെന്താ പ്രാന്തായടാ ജാക്കെ? ഇതൊക്കെ ജസ്റ്റ് ഫോർ ഫണ്ണ് ജാക്കെ, ജസ്റ്റ് കിഡിങ്. അല്ല, ഞാൻ വീട്ടിലെത്തി. പക്ഷെ ഇതേതൊരു ഫോർച്യൂണർ എന്നോടാ ചോദിക്കുന്നത്? നിൻ്റെ വീടല്ലേ? അതും ശരിയാ ഗൈസ്. നമുക്കെന്തായാലും അലക്സ് വീടിൻ്റെ ഉള്ളിലുണ്ടാവും. അവനോട് പോയി ചോദിച്ചു നോക്കാം കേട്ടോ. ഏതൊരു ഫോർച്യൂണറൊക്കെ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും ഇതാ ചോദിച്ചു നോക്കാം. അലക്സേ, ഇവൻ എവിടെ ഇത് പോയി ചത്തിടക്കുന്നത്? ഇവിടെ ഉണ്ടോ? എന്താടാ നീ ഇവിടെ നിൽക്കുന്നത്? ഏതൊരു ടീം നിന്നെ ഉള്ളിൽ കാണാൻ വിളിച്ചിട്ടുണ്ട്. എന്തോ PC റൂമിലുണ്ട് ഏതൊരു ടീം. ഒരു മിനിറ്റ് ഗൈസ്, എന്തോ ഒരു പണിയാണെന്ന് തോന്നുന്നത്. ഏതൊരു ടീമാണെന്ന് പറയുന്നത്. നമുക്ക് ചെന്ന് നോക്കാം ഗൈസ്. ഇതെന്തോ ഒരു പണിയുണ്ടല്ലോ ഫ്രാങ്ക്ലിനെ. ഞാൻ വന്ന് കാല് വെച്ചതേ ഉള്ളൂ, അപ്പത്തേനും പണിയായല്ലോ. അല്ല, നിങ്ങളൊക്കെ ആരാണ്? ഞങ്ങൾ ഒരു പുതിയ ഗ്യാങ് തുടങ്ങി, മാഫിയ ബോയ്സ്. പറ്റിയ പേരിടാൻ പറ്റിയത്. അതിനൊന്നുമില്ല. ഇവിടുത്തെ എല്ലാ ഗ്യാങ് ലീഡേഴ്സിനും ഞങ്ങൾ കൊന്നു. അവസാനമായിട്ട് നീ ഈ സിറ്റിയിലെ വലിയ ഗ്യാങ്സ്റ്ററാണ് ജാക്കെ. അതുകൊണ്ട് നിന്നെയും കൂടി ഞങ്ങൾക്ക് തീർത്താൽ എനിക്ക് ഇവിടെ ഈ സിറ്റിയിലെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ആവും. ആണോ? പുതിയ മോനങ്ങോട്ട് മനസ്സിലാണ്ട് വെച്ചാൽ മതി ജാക്കെ. മനസ്സിൽ വെക്കാനല്ല, പ്രവർത്തിച്ച് കാണിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാ മക്കളൊന്ന് പ്രവർത്തിച്ച് കാണിച്ച്. കൊച്ചു പയ്യന്മാരാട്ടോ ജാക്കെ. നീ വെറുതെ ഒരു പ്രശ്നത്തിന് നിൽക്കണ്ട, അങ്ങോട്ട് കാണിക്കട്ടെ. അടിച്ച് കൊല്ലടാ ഇവനൊക്കെ. നിന്നൊക്കെ ഒന്ന് കാണിച്ചടാ. ഫ്രാങ്ക്ലിനെ നീ ഒരുത്തന്നെ ഫസ്റ്റ് ടൈം അടിച്ചിട്ടല്ലോ. ചാവട, എല്ലാത്തിനും ഞാൻ കാണിച്ചു. ഇവന്മാരാണ് എൻ്റെ ബാറ്റും കൊണ്ട് അടിക്കുന്നത്. ഇങ്ങോട്ട് വാടാ, എല്ലാത്തിനും തരാടാ. എന്നാ പിടിച്ചോ. അവസാനത്തെ ലാസ്റ്റ് മാൻ ചാവട ഉണ്ട്. അയ്യോ, എന്താടാ നിനക്കിനി വേണ്ടേ? ജാക്കിനടിച്ച് ഫ്രാങ്ക്ലിനെ അടിച്ചിടുന്നോടാ നീ. എൻ്റെ ഫ്രാങ്ക്ലിൻ എൻ്റെ കൂട്ടുകാരനാണ് അവൻ. ചാവട ഉണ്ട്. ഈ ചെവിയും കേട്ടൂടാ, കണ്ണും കണ്ടൂടാ. എന്തിനുണ്ടായി എൻ്റെ അമ്മേ? ഒന്നുമില്ല, ഒരുത്തനെ അടിച്ചിട്ടിട്ട് മെയിനായിട്ട് അവിടെ മാസം ഇറക്കി നിന്നല്ലേ ലാല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോൾ എന്താ അവസാനം ഉണ്ടായേ?
എൻ്റെ തലക്കവൻ വന്ന ബാറ്റും കൊണ്ട് അടിച്ച് അതന്നെ ഇപ്പം ഉണ്ടായത്. എടാ ഇവിടുത്തെ ബാക്കി 4 എണ്ണത്തിന് ഞാൻ അടിച്ചിട്ട് ഒറ്റൊരുത്തിനെ അടിച്ചിട്ടിട്ട് അവനെ ഗ്ലാസ് കൂടെ ഏതോ ഒരുത്തിനെ നോക്കി വായ നോക്കി. അല്ല അത് നമ്മുടെ ശശി ആൻറ്റിയാണ്. ശശി ആൻറ്റിയോ? അല്ല ശശിധരൻ്റെ പേരും മറന്നു. ഏതൊരു ശശിധരനെ നോക്കിയിരുന്നിക്കുക. എന്തെങ്കിലും ആവട്ടെ ഗൈസ്. അപ്പം നമ്മൾ വീഡിയോ എന്തായാലും അടിച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് അടിച്ചേക്കുക, ചാനൽ സബ് ചെയ്യാത്തൊരു സബ് ചെയ്ത് നോക്കണേ മറക്കാതെ. അപ്പോൾ ഗുഡ് ബൈ എല്ലാവർക്കും.